എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് കഴിഞ്ഞ മാസം 5-ാം തീയതിയിലെ പത്രമാണ്. മാർച്ച് 5-ാം തീയതിയിലെ പത്രമാണ്. നിങ്ങളെല്ലാവരും കണ്ടതാണ്. കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. അന്ന് മാർച്ച് 5-ാം തീയതി പുറത്തിറങ്ങിയ എല്ലാ പത്രങ്ങൾക്കും 2 പേജ് പരസ്യം ഉണ്ടായിരുന്നു. അതിലെ 1-ാം പേജ് ഇങ്ങനെയായിരുന്നു. മെയിൻ സ്റ്റോറി കണ്ടില്ലേ? കേരളം ഇനി ഇരുട്ടിൽ, ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ്. അതിന്റെ അടിയിൽ കൊടുത്തത് എന്താണെന്നറിയോ? 10 വർഷങ്ങൾക്ക് മുമ്പ് മലയാള പത്രങ്ങളിൽ നിറഞ്ഞു നിന്ന വാർത്തകൾ കൊണ്ട് രൂപപ്പെടുത്തിയ 1-ാം പേജ്. അതായത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഇങ്ങനെയായിരുന്നു സ്ഥിതി. കേരളം ഇനി ഇരുട്ടിൽ, 1 മണിക്കൂർ, ഇന്നു മുതൽ ലോഡ് ഷെഡിംഗ്. ജനജീവിതം കൂടുതൽ ദുസ്സഹമാക്കിക്കൊണ്ട് സംസ്ഥാനത്ത് 1 മണിക്കൂർ ലോഡ് ഷെഡിംഗ് മന്ത്രിസഭ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അക്കാലത്ത് നടന്നു എന്ന് CPM പറയുന്ന കുറെ കള്ളക്കഥകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ട് അക്കൂട്ടത്തിൽപ്പെട്ട ഒരു കള്ളക്കഥയായിരുന്നു ലോഡ് ഷെഡിംഗ്. കള്ളക്കഥ എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തല്ല, ഉമ്മൻചാണ്ടി ഭരിക്കുന്നതിന് മുമ്പ് ഇവിടെ VS ഭരിച്ചപ്പോഴും പവർ കട്ടും ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് നായനാർ ഭരിച്ചപ്പോഴും പവർ കട്ടും ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നു. അതിനു മുമ്പ് AK ആന്റണി ഭരിച്ചപ്പോഴും പവർ കട്ടും ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പവർ കട്ടും ലോഡ് ഷെഡിംഗ് എന്ന് പറയുന്നത് പിണറായി വിജയൻ വന്നതോടുകൂടിയിട്ട് പവർ കട്ടും ലോഡ് ഷെഡിംഗ് മാറി എന്നായിരുന്നു ഇവർ പ്രചരിപ്പിച്ചത്. അപ്പൊ സ്വാഭാവികമായും ആൾക്കാർ വിചാരിക്കും ഇവിടെ എന്തോ വൈദ്യുതി കൂടുതൽ ഉത്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് വൈദ്യുതി പോലും പിണറായി വിജയൻ സർക്കാർ 10 വർഷം കൊണ്ട് ഇവിടെ ഉത്പാദിപ്പിച്ചിട്ടില്ല. ആകെ എന്താ ചെയ്തത്? ആകെ കൂടംകുളത്ത് നിന്ന്, കൂടംകുളം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണേ, പണ്ട് സഖാക്കന്മാര് പൂട്ടിപ്പിക്കാൻ വേണ്ടി പോയ ആ ആണവ വൈദ്യുത നിലയത്തിൽ നിന്ന് വൈദ്യുതി വാങ്ങിയിട്ടാണ് കുറെയൊക്കെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മാത്രമല്ല, ഈ കഴിഞ്ഞ 4-5 വർഷത്തിനടുത്ത് കേന്ദ്ര സർക്കാരിന്റെ നരേന്ദ്രമോദിയുടെ പ്രത്യേക താല്പര്യം കൊണ്ട് പുരപ്പുറ സോളാർ ഉപയോഗിച്ചിട്ട്, സോളാർ വൈദ്യുതി ഉപയോഗിച്ചിട്ട് ഒരുപാട് വീടുകൾ എന്ന് പറഞ്ഞാൽ കേരളം ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയേക്കാൾ കൂടുതൽ വൈദ്യുതി സോളാർ പാനൽ ഉപയോഗിച്ചിട്ട് ഒരുപാട് വീടുകളും ഒരുപാട് സ്ഥാപനങ്ങളും ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ കഴിഞ്ഞ 10 വർഷത്തിനിടക്ക് വലിയ തോതിലുള്ള പവർ കട്ടും ലോഡ് ഷെഡിംഗ് ഒന്നും വേണ്ടി വന്നില്ല. പക്ഷേ ഇടക്കിടക്ക് പവർ കട്ട് ഉണ്ടാകാറുണ്ട്, ലോഡ് ഷെഡിംഗ് ഉണ്ടാകാറുണ്ട്. നമ്മളാരും അറിയാറില്ല ഇടക്കിടക്ക് എത്ര പ്രാവശ്യം കറണ്ട് പോകാറുണ്ട്, അല്ലേ? പക്ഷേ ഇപ്പോഴിതാ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിലെ ജനങ്ങളാരും രാത്രി ഉറങ്ങുന്നില്ല. എല്ലാവരും എരിപൊരി സഞ്ചാരം എന്ന് പറഞ്ഞാൽ ഈ കൊടും ചൂടിൽ, ഈ കൊടും വേനലിൽ രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും 3 മണിക്കൊക്കെ കറണ്ട് ഇങ്ങനെ പോകും. അരമണിക്കൂർ, 1 മണിക്കൂർ, ഉച്ചക്ക് പോലും അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂറായിട്ട് കറണ്ട് പോകുന്നു. ചോദിച്ചാൽ എന്താണ്? പിണറായിയുടെ കാലത്ത് പവർ കട്ട് ലോഡ് ഷെഡിംഗ് ഒന്നുമില്ല, ഞങ്ങൾ ചെറിയൊരു നിയന്ത്രണം. ഇവര് മറ്റേ പീഡനം പോലെയായിരുന്നു. പീഡനം അല്ലെ? സഖാക്കളെ പീഡിപ്പിച്ചാൽ അത് പീഡനമല്ല. മുഹമ്മദ് റിയാസ് പീഡിപ്പിച്ചാൽ പീഡനമല്ല. മുകേഷ് പീഡിപ്പിച്ചാൽ പീഡനമല്ല. PT കുഞ്ഞുമുഹമ്മദ് പീഡിപ്പിച്ചാൽ പീഡനമല്ല. പിന്നെന്താണ്? അത് തീവ്രത കുറഞ്ഞ ഒരു തലോടൽ മാത്രമാണ്. ഈ മുഹമ്മദ് റിയാസ് ആണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യ. നമ്മളൊന്നും പറയുന്നില്ല. ആദ്യത്തെ ഭാര്യ കുടുംബ കോടതിയിൽ നൽകിയ പരാതിയാണ്. മുഹമ്മദ് റിയാസ് തന്നെ കുനിച്ചു നിർത്തി കൂമ്പിലിട്ട് ഇടിക്കാറുണ്ട്, ചുമരനോട് ചാരി നിർത്തി വയറ്റത്ത് ഇടിക്കാറുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയും, നിന്നെക്കാൾ നല്ല പെണ്ണുങ്ങളെ എനിക്ക് പാളയത്ത് പോയാൽ 50 റുപ്യക്ക് കിട്ടുമെന്ന് പറയാറുണ്ട്. ഇങ്ങനെ ഏറ്റവും വലിയ സ്ത്രീ പീഡകന്മാരെ ഒക്കെ വെള്ളപൂശിക്കൊണ്ട് ഇവരൊക്കെ മഹാന്മാരാണ്, ഇതൊക്കെ ചെറിയ തലോടലുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പം പറയുന്നത്. ഇപ്പോഴുള്ള ഈ വൈദ്യുതി ലോഡ് ഷെഡിംഗ് ഒന്നുമില്ല. ഉച്ചക്ക് ഞങ്ങൾ ചിലപ്പോൾ 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും കറണ്ട് ഉണ്ടാവില്ല. രാത്രി ആൾക്കാർ ഉറങ്ങണ്ട. രാത്രി 9 മണിക്ക് 10 മണിക്ക് 11 മണിക്ക് 12 മണിക്ക് ഞങ്ങൾ 1.5 മണിക്കൂർ ഇങ്ങനെ കറണ്ട് കട്ടാക്കും. ലോഡ് ഷെഡിംഗ് മിണ്ടിപ്പോകരുത്. കാരണം പിണറായിന്റെ കാലത്ത് ലോഡ് ഷെഡിംഗ് എന്ന് പറയാൻ പാടില്ല, അതിദാരിദ്ര്യം എന്ന് പറയാൻ പാടില്ല, ഇതൊന്നും പറയാൻ പാടില്ല. കാരണം പിണറായി തമ്പുരാന് ഇതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഇവിടെ ലോഡ് ഷെഡിംഗ് ഇല്ല. പകരം എന്താണ്? ഇവിടെ ചെറിയൊരു നിയന്ത്രണം, അത്രയേ ഉള്ളൂ. അപ്പൊ ഏതായാലും മാർച്ച് 5-ന് ഇവർ ഉമ്മൻചാണ്ടിയെ കളിയാക്കിയ, ഉമ്മൻചാണ്ടി ഭരണകാലം ഇരുണ്ട കാലമാണ് എന്ന് ഇവര് പറഞ്ഞറിയോ? ഇതിന്റെ ഉള്ളിൽ ഇതേപോലുള്ള മറ്റൊരു പരസ്യമാണ്. കേരളത്തിൽ വെളിച്ച വിപ്ലവം. അതായത് ഇതൊക്കെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത്. പിണറായിയുടെ ഭരണകാലത്ത് എന്താണ്? വെളിച്ച വിപ്ലവം. അപ്പൊ അങ്ങനെ വെളിച്ച വിപ്ലവം, കാറ്റിന്റെ വിപ്ലവം. രാത്രി 12 മണിക്ക് 1 മണിക്ക് 2 മണിക്കൊക്കെ ഇങ്ങനെ നിർലോഭമായ വൈദ്യുതിയാണ്. ആൾക്കാർക്ക് ഇങ്ങനെ ഫാൻ ഇട്ടിട്ട് AC ഇട്ടിട്ടൊക്കെ കിടന്നുറങ്ങാന്ന് പറയുന്നത്. പക്ഷെ ചെറിയൊരു നിയന്ത്രണം ഉണ്ട് കേട്ടോ. രാത്രി 8 മണിക്ക് 9 മണിക്ക് 10 മണിക്ക് ഞങ്ങൾ ഓരോ മണിക്കൂർ, അരമണിക്കൂർ, ഉച്ചക്കും അരമണിക്കൂർ, 1 മണിക്കൂറൊക്കെ ഞങ്ങൾ കട്ടാക്കും. അതെന്തല്ല, അത് ലോഡ് ഷെഡിംഗ് അല്ല. ലോഡ് ഷെഡിംഗ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് മാത്രം.
ഞങ്ങളുടെ ഭരണകാലത്ത്, പിണറായിയുടെ ഭരണകാലത്ത് ലോഡ് ഷെഡിങ് അല്ല, എന്താണ് ചെറിയ ചെറിയ മെയിനെ ചെറിയ സ്പാനർ എടുക്കുന്ന പറഞ്ഞാൽ പിണറായി വിജയൻ പറയാണ് അതേ ചെറിയ ഒരു 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 എന്താണ് നിയന്ത്രണം. അപ്പൊ ഏതായാലും ഞാൻ ജസ്റ്റ് കാണിച്ചതോളൂ എന്ന് പറഞ്ഞാൽ ഒരാളെ ഉപദ്രവിക്കുമ്പേ, അതായത് ഉമ്മൻചാണ്ടി കേരളത്തെ ഈ 10 വർഷം ഉമ്മൻചാണ്ടി അല്ല ഈ കഴിഞ്ഞ 10 വർഷം പിണറായി വിജയൻ കട്ടുമുടിച്ചിട്ടും കേരളം ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈ 10 വർഷത്തിന് മുമ്പുള്ള 5 വർഷം ഉമ്മൻചാണ്ടി ഭരണം ഇവിടെ നൽകിയ ഇവിടുത്തെ വലിയ പദ്ധതികള്, ഇവിടുത്തെ സൗകര്യങ്ങള്, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് കേരളം 10 വർഷം പിടിച്ചു നിന്ന് കേട്ടോ. അല്ലാതെ ഈ മനുഷ്യൻ കട്ടുമുടിച്ചിട്ട് ഈ സംസ്ഥാനം ഇപ്പോഴും നിലനിൽക്കുന്നു എങ്കിൽ അതിന്റെ അർത്ഥം അതിന് തൊട്ടു മുമ്പുള്ള 5 വർഷം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലമായിരുന്നു. എന്നിട്ട് പറയണം ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് ഇന്നു മുതൽ ലോഡ് ഷെഡിങ്. അതുകൊണ്ട് പറഞ്ഞത് അവസാനം സ്വന്തം ആസനത്തിന് വെടിയുള്ളതെന്ന് കേട്ടില്ലേ? വെച്ച വെടികളൊക്കെ പിണറായി സർക്കാർ വെച്ച വെടികളെല്ലാം കൊള്ളുന്നത് സ്വന്തം വീട്ടിലാണ്, സ്വന്തം ആസനത്തിലാണ്. അങ്ങനെ കൊണ്ട വെടിയാണ് ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇന്നത്തെ പത്രം അത് പറയുന്നു. കേരളകൗമുദി പറയില്ല രാത്രി കറണ്ട് കട്ടാവും, പറയില്ല. ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് പറയുമായിരുന്നു ഇത് പവർ കട്ടാണ്, ലോഡ് ഷെഡിങ് ആണ്, അരമണിക്കൂർ 1 മണിക്കൂർ എന്നൊക്കെ പറയായിരുന്നു. അതിനനുസരിച്ച് ആൾക്കാർക്ക് അതിനനുസരിച്ച് ചിട്ടപ്പെടുത്തായിരുന്നു, ക്രമപ്പെടുത്തായിരുന്നു. പക്ഷെ പിണറായി പറയില്ല. പിണറായിക്ക് തോന്നുന്ന സമയത്ത് അരമണിക്കൂർ 1 മണിക്കൂർ ലോഡ് ഷെഡിങ്. പക്ഷെ മിണ്ടരുത്, ലോഡ് ഷെഡിങ് അല്ല, ലോഡ് ഷെഡിങ് അല്ല. അതാ പറഞ്ഞു, പറയില്ല രാത്രി കറണ്ട് കട്ടാവും, അരമണിക്കൂർ കാറ്റും വെളിച്ചവും ഇല്ല. എന്തൊരു സുഖല്ലേ അന്തംകമ്മികൾ. ഇപ്പൊ എന്താ രസം അറിയോ? ഈ അന്തംകമ്മികളുടെ വീട്ടിൽ മുഴുവൻ ഇപ്പൊ പൊട്ടിത്തെറിയാണ്. കാരണം അന്തംകമ്മികൾ വീട്ടുകാരുടെ ഒക്കെ പറയുന്നത് കറണ്ട് പോയിട്ട് ഭാര്യയും മക്കളൊക്കെ ഇങ്ങനെ ഉഷ്ണം സഹിച്ച് കിടന്ന് പിടയുമ്പം പറയും മിണ്ടരുത്, ഇത് പവർ കട്ടല്ല, ഇത് പിണറായി തമ്പുരാന്റെ അനുഗ്രഹമാണ്, പിണറായി തമ്പുരാൻ അനുഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് കറണ്ട് എന്താവുന്നത്, കട്ടാവുന്നത്. ഇത് ലോഡ് ഷെഡിങ് അല്ല. മക്കൾ ചിലപ്പം പറയും എന്തൊരു ലോഡ് ഷെഡിങ്, പവർ കട്ട്, മിണ്ടിപ്പോകരുത്, ലോഡ് ഷെഡിങ്ങും പവർ കട്ടും അല്ലട്ടോ, ഇത് പിണറായി തമ്പുരാന്റെ അനുഗ്രഹമാണ്, പിണറായി തമ്പുരാന്റെ കുളിർമഴയാണ്, അത് ചെറിയൊരു വൈദ്യുതി നിയന്ത്രണമാണ് എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ജൈവിളിക്കും. അതായത് രാത്രി പവർ കട്ടുള്ള സമയത്ത് പുറത്തിറങ്ങിങ്ങാണ്ട് ഇവര് കാറ്റുകൊള്ളാനാണ് പുറത്തു പോകുന്നത്. പക്ഷെ പറയാം പുറത്തിറങ്ങിയിട്ട് ഇൻക്ലാബ് സിന്ദാബാദ്, പിണറായി സിന്ദാബാദ്, വീണ്ടും വരട്ടെ, 3ാം തവണയും വരട്ടെ എന്ന് കംപ്ലീറ്റ് ഇരുട്ടാകട്ടെ, ഈ കേരളം മുഴുവൻ ഇരുട്ടാകട്ടെ, കേരളം മുഴുവൻ കട്ടുമുടിക്കട്ടെ, ഇനി അവിടെ ശബരിമലയിൽ കുറച്ചുകൂടി ഉണ്ട് അതും കൂടി കട്ടുമുടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ ഇവരിങ്ങനെ മുദ്രാവാക്യം വിളിക്കും. യഥാർത്ഥത്തിൽ ഇവിടെ പിണറായി വിജയനെയോ അല്ലെങ്കിൽ ഈ പറയുന്ന LDF സർക്കാരിനെയോ അല്ല കേട്ടോ നമ്മൾ വിമർശിക്കേണ്ടത്. പിണറായിന്റെ അപ്പി തിന്നാലേ എന്താ പറയാ ഒരു ഉഷാറ് കിട്ടൂ എന്ന് പറയുന്ന ഇവിടുത്തെ കുറെ അന്തംകമ്മികൾ, വിവരവും വിദ്യാഭ്യാസവും ബോധമൊക്കെ ഉണ്ട് നമ്മൾ കരുതുന്ന ആൾക്കാർക്ക് രാവിലെ തന്നെ ഇത് നക്കി തിന്നണം, പിണറായിന്റെ തീട്ടം നക്കി തിന്നാൽ മാത്രം ഇവിടെ ജീവിക്കാൻ പറ്റുന്ന കുറെ അന്തംകമ്മികൾ ഉണ്ട് കേട്ടോ. അവരിപ്പം സോഷ്യൽ മീഡിയയിൽ മുഴുവനും കയറിങ്ങാണ്ട് പറയുന്നത് ഇവിടെ പവർ കട്ടില്ല, ഒരു ചെറിയ വൈദ്യുതി നിയന്ത്രണം, ഇതിനിങ്ങനെ പവർ കട്ട് എന്നൊക്കെ പറയണോ? ഈ കേരളകൗമുദി പറയുന്നില്ലേ പറയില്ല രാത്രി കറണ്ട് കട്ടാവും, ഇങ്ങനെ പറയാ രാത്രി കറണ്ട് കട്ടാവും എന്ന് പറയരുത്. രാത്രി ചെറിയൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ചെറിയൊരു നിയന്ത്രണം, അത്രേ പറയാൻ പാടുള്ളൂ. വൈകിട്ട് 6-നും രാത്രി 2-നും ഇടയിൽ, നല്ല സമയമാണല്ലോ, അപ്പോഴാണ് ചെറിയൊരു നിയന്ത്രണം. അങ്ങനെ കേരളകൗമുദി പറയുന്നേ. മനോരമ പറയാണ് ഇരുണ്ട കാലം എന്ന് പറയുന്നത്. ഇരുണ്ട കാലം ഇത് നേരത്തെ സഖാക്കൾ പറയുന്നതിന് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലം ഇരുണ്ട കാലാണെന്ന്. അപ്പൊ സഖാക്കളുടെ ഭരണകാലം അതിനേക്കാൾ കൂരിരുണ്ട അല്ലെ, വെറും ഇരുണ്ടതല്ല, ഇത് കൂരിരുട്ടിന്റെ കാലമാണ്, ഇരുണ്ട കാലം. വില ഇരട്ടിയായതിനാൽ KSEB അധിക വൈദ്യുതി വാങ്ങി, അധിക വൈദ്യുതി വാങ്ങലും നിർത്തി വരും എന്ന് പറഞ്ഞാൽ പണ്ട് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് അറിയാലോ 4-4.5 രൂപക്ക് വൈദ്യുതി കിട്ടിയതായിരുന്നു. അതെല്ലാം പാടെ അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഇവര് 10 റുപ്യക്കും 12 റുപ്യക്കൊക്കെ എന്ന് പറഞ്ഞാൽ കട്ടുമുട്ടിക്കുക. വയനാട്ടിലെ കാര്യം ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം, അതുകൊണ്ട് അതിപ്പോ പറയുന്നില്ല. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകും, നേരത്തെ നടപടികൾ തുടങ്ങാൻ കഴിയാത്തത് പിഴവ്. പീക്ക് സമയത്ത് 15 മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണം. ലോഡ് ഷെഡിംഗ് എന്ന പേരില്ലെങ്കിലും എന്നല്ല, ലോഡ് ഷെഡിംഗ് മിണ്ടരുത്. ലോഡ് ഷെഡിംഗ് എന്ന പേരില്ലെങ്കിലും സംസ്ഥാനത്ത് പ്രഖ്യാപിത വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തി KSEB. പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്ന പേരിലാണ് രാത്രിയിൽ പീക്ക് സമയത്ത് 15 മുതൽ 30 മിനിറ്റ് വരെ വൈദ്യുതി നിയന്ത്രണം. എന്താണ് പീക്ക് ലോഡ് മാനേജ്മെന്റ് എന്നാണ് പേരിട്ട്. അപ്പൊ ഇന്നു മുതൽ ആരും ലോഡ് ഷെഡിംഗ് പവർ കട്ട് എന്ന് പറയാൻ പാടില്ല. അതൊക്കെ ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത്. പിണറായി തമ്പുരാന്റെ ഭരണകാലത്ത് പീക്ക് ലോഡ് മാനേജ്മെന്റ്. എന്താണ് എല്ലാവരും ഒന്ന് എഴുതി പഠിക്കണേ. പീക്ക് ലോഡ് മാനേജ്മെന്റ് പറഞ്ഞാൽ മതി. അതായത് രാത്രി ഒരു പീക്ക് ലോഡ് മാനേജ്മെന്റ് ഉണ്ട്, അത് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം. PLM രാത്രി PLM ആണ്. പവർ കട്ട് ഇല്ല, ലോഡ് ഷെഡിംഗ് ഇല്ല. പകരം ഞങ്ങൾക്ക് പിണറായി തമ്പുരാന്റെ അനുഗ്രഹ വർഷമായ PLM. എന്താണ് PLM? പ്ലം.